എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ NIOSൻ്റെ +2 ഹിസ്റ്ററി എക്സാം വരുന്ന 28-ാം തീയതിയാണല്ലോ, ഒക്ടോബർ 28-ന് നമ്മുടെ ഹിസ്റ്ററി എക്സാമാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശമൊക്കെ പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്ക് മാപ്പ് കൂടുതൽ വിവരിച്ചില്ലെങ്കിലും വേണ്ടില്ല, മാപ്പിനെ കുറിച്ചൊരു ഏകദേശ രൂപം കിട്ടിയാലും മതി എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് വേൾഡ് മാപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മാപ്പിൻ്റെയും ഒരു ഏകദേശ ധാരണ, അതായത് ആ പ്രദേശങ്ങൾ കാണിക്കുന്ന മാപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളത് നോക്കി മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ ഒരുപാട് പ്രദേശങ്ങൾ, ഇന്ത്യയിൽ ഉൾപ്പെട്ടിരുന്ന ഒരുപാട് പ്രദേശങ്ങൾ, അത് എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ ആ മാപ്പ് നോക്കി വിലയിരുത്തുക. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ഏതാണോ അടയാളപ്പെടുത്താൻ നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കുന്നത് അത് മാത്രം നിങ്ങൾ മാർക്ക് ചെയ്യുക. 10 മാർക്കിനാണ് നിങ്ങളുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് വേൾഡ് മാപ്പിൽ ജർമ്മനി എല്ലാ ക്വസ്റ്റ്യൻസിന് നമ്മൾ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ജർമ്മനി ചോദിക്കും. അതുപോലെ തന്നെ അത് 2 മാർക്കോ 3 മാർക്കോ ആണ് വേൾഡ് മാപ്പിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ജർമ്മനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഏതെങ്കിലുമൊക്കെ അതിൻ്റെ പേരുകൾ തന്നിട്ട്, ചിലപ്പോൾ ബെൽജിയം, ഡെൻമാർക്ക്, പോളണ്ട്, ഓസ്ട്രിയ, അതൊക്കെ മുമ്പ് ജർമ്മനിയോടൊപ്പം ഉണ്ടായിരുന്ന അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട്, അതായത് ടെറിട്ടറീസ് അണ്ടർ ജർമ്മൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ജർമ്മനിയുടെ ആ വേൾഡ് മാപ്പിൽ ജർമ്മനി തന്നെയാണ് മിക്കവാറും ചോദിക്കാറുള്ളത്. അപ്പോൾ 2 മാപ്പ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലേ, അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട, രണ്ടായാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന സൈറ്റുകൾ നമുക്കറിയാം. ഹാരപ്പ, അതുപോലെ രാഖിഗർഹി, അതുപോലെ ബനാവലി, കാലിബംഗ, മോഹൻജദാരോ, ലോത്താള്, നാഗേശ്വർ, ഇങ്ങനെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതും നിങ്ങൾ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ ഒരു മാപ്പ് കൂടി ഞാനിതിൽ കൂട്ടിച്ചേർക്കാം. ആ മാപ്പ് നോക്കിയിട്ട് പഴയകാല നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യ, അതിൽ പല പ്രദേശങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും പ്രദേശങ്ങളുടെ പേരുകളായിരിക്കും നിങ്ങൾക്ക് എടുത്തിട്ട് അത് മാർക്ക് ചെയ്യാനായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങളത് നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഇന്ത്യ ഇൻ ദ ലേറ്റ് 14th and 15th centuries, 14-15 നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രദേശങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഉൾക്കൊള്ളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മാപ്പിൽ. തൽക്കാലം ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഒരു 5 മാപ്പ് അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ തന്നെയാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് സമയക്കുറവുണ്ട്. നമ്മൾ മലയാളം അതും പകുതി വഴിയിലാണല്ലേ, നമ്മൾ ആ തൊട്ടടുത്ത ദിവസമാണ് മലയാളം എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുന്നത് തന്നെയാണ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമുക്കിനി മാപ്പ് നോക്കാം. ഓക്കെ.
Nios.